தேசங்கள் தாண்டி என்னை ஈர்க்கிறாய். உன் கண்ணின் பார்வையில் குடை சாய்க்கிறாய். விரல் தீண்டும் போது பெண்ணே உயிர் காக்கிறாய். பார்க்கும் தேவ விழியாலே பேசும் ஆசை மொழியே வா என் கூட துணை காதலே. போகும் தூரம் வரையும் நான் உந்தன் காட்சிதானே. பார்க்கும் தேவ விழியாலே பேசும் ஆசை மொழியே வா என் கூட துணை காதலே. தூரம் ஏது மேலே காலம் நீளும் வரை நீ என் பாதி உயிரே வீரனே. ദൂരത്താരാരോ മായുന്നെങ്ങോ എങ്ങോ മാനത്തിൻ നീ താരം തേടുന്നേതോ തീരം. രാവിലിന്നിതേതോ ഞാൻ തേടും നിലാവിൽ നിഴലായി ഇന്നാരോ മായും മുകിലാകെ കാണാതെ. നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ പോലെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്താതെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ലോകാരംഭത്തിൽ അങ്ങ് മനുഷ്യവംശത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. സൃഷ്ടിജാലങ്ങളുടെ എല്ലാം അധിപനാക്കി മനുഷ്യനെ ഉയർത്തി അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവനെ പോലുള്ള ഒരു സഖിയെ അവന് വേണ്ടി ഞാൻ ഉണ്ടാക്കും എന്ന് അരുളി ചെയ്തുകൊണ്ട് ആദത്തിന് സഖിയായി ഹവ്വായെ സൃഷ്ടിച്ചു നൽകുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത അങ്ങ് ഈ വിവാഹിതരാകാൻ പോകുന്ന
ഞങ്ങളുടെ അനീറ്റ മോളെയും ജോമോനെയും അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിനെ സംബന്ധിച്ചുകൊണ്ട് ദമ്പതികളെ അനുഗ്രഹിച്ച മിശിഹായെ ഇവരെ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഇവരെ കരുണാപൂർവം കടാക്ഷിക്കണമേ. തിരുക്കുടുംബത്തിൻ്റെ കാവൽക്കാരനായ മാരിയൗസേപ്പെ, ദേവമാതാവായ പരിശുദ്ധ കന്യാമറിയമ്മേ, ഇവരുടെ വിവാഹം മംഗളകരമാകാനും ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാകാനും പ്രാർത്ഥിക്കണമേ. ഇവരുടെ പേരിന് കാരണക്കാരായിരിക്കുന്ന വിശുദ്ധരെ, കാവൽ മാലാഖമാരെ ഇവരെ വിശുദ്ധരും സുരക്ഷിതരുമായി കാത്തുകൊള്ളണമേ. ആമേൻ. മകളെ, അബ്രാഹത്തെയും സാറായി അനുഗ്രഹിച്ച ദൈവം നിന്നെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തുതി. So nervous to stand here with you. They're all here for us, and I feel their aura. But just for a moment, I'll pretend it's just you. Yes, they can hear us, but they don't understand. I have said all of my vows behind the curtain. I know they see us, but they don't stand a chance. I have kissed those lips 1,000 times before this. Tomorrow I'll open my eyes and I will whisper to my wife, I belong to you. And I will wait to hear you say, as a tear rolls down your face, I belong to you. Could be honest, here at the altar, I refuse to grow older unless it's with you. I fell in love and made you a promise, though I'd never noticed how much you meant to you. They can hear us, but they misunderstand. There is more behind these words that we have spoken. I know they see us, but only at a glance. Only you know the man that I am beyond the surface. Tomorrow I'll open my eyes and I will whisper to my wife, I belong to you. And I
ആമേൻ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നൽകിയിട്ടുള്ളതും കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിയോട് നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ലോകത്തിന്റെ പ്രകാശമായ ഈശോ ജോസഫിന്റെയും അനീറ്റയുടെ ദാമ്പത്യ ജീവിതത്തിന് പ്രകാശമായി തീരട്ടെ എന്ന് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരം കടക്കുകയില്ല എന്നാണ് ചേർന്ന വിശുദ്ധ നമുക്കെന്നും മാർഗദീപമായിരിക്കട്ടെ. പരിശുദ്ധമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ
മൂന്നാം ദിവസം ഗലീലായിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ ഈശോയുടെ അമ്മ അവരോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഈശോ അവരോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കുമെന്ന്, എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. അവൻ്റെ അമ്മ പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ചെയ്യും. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിനും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് ഈശോ അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടുചെല്ലുവിൻ എന്ന് ഈശോ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകൻ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും എഴുത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരുന്നു. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. ഈശോ തന്നെ മഹത്വം വെളിപ്പെടുത്തുന്ന പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലായിലെ കാനാ ശരിയാക്കുന്നത്. അവന്റെ ശിഷ്യന്മാർ അവനെ വിശ്വസിച്ചു. വൈദികരെ, പ്രിയ ജോമോൻ, അനീറ്റ, ഇവരുടെ മാതാപിതാക്കളെ, കുടുംബാംഗങ്ങളെ, ഈ വിവാഹ ആഘോഷത്തിൽ പങ്കെടുക്കാനായി ഈ ദേവാലയത്തിലായിരിക്കുന്നവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായ സഹോദരി സഹോദരന്മാരെ, ഇവിടെ ഇരിക്കുന്നവര് അപരിചിതരായിട്ടുള്ള ആളുകളല്ല. 2 ഇടവകക്കാരാണ് കൂടുതലും, ഭൂരിപക്ഷവും, അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. മുട്ടത്തിപ്പറമ്പുകാരുണ്ട്, മരുത്തുറപ്പുകാരുണ്ട്, ചിലപ്പോൾ മുട്ടത്തു നിന്നും ഇവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളൊക്കെയാണ് ഇവിടെ ആയിരിക്കുക. അപരിചിതത്വമൊന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം തീരെ ഒരു അപരിചിതം തോന്നുന്നില്ല. ഈ 2 ഇടവകളുമായി ബന്ധപ്പെട്ട് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. മുട്ടത്തിപ്പറമ്പില് 4 വർഷം അവിടെ വികാരിയായിരുന്നു ജോമന്റെ. അതോടൊപ്പം തന്നെ അനീറ്റയുടെ ഇടവകയായ മരുത്തോടടുത്ത് അച്ഛനാകുന്നതിന് മുമ്പ് 1 വർഷം യൂത്ത് ക്ലാസും കാറ്റീസും കുടുംബ യൂണിറ്റും പള്ളി പ്രസംഗമൊക്കെ ആയിട്ട് 1 വർഷം ചിലവഴിച്ചെന്ന് ഓർക്കുന്നു. ഇവിടെ 2 കുടുംബങ്ങളെയും എനിക്കറിയാം. ഞാൻ എൻ്റെ വീട്ടുകാരെയും
കാളൻസിനൊക്കെ ഞാൻ ഓർക്കുന്നു, അറിയുന്നു. ഇപ്രകാരം ഈ ജോമോൻ്റെയും അനീറ്റയുടെയും വിവാഹം നമ്മളെ സംബന്ധിച്ചോളം വളരെ സന്തോഷകരമായിട്ടൊരു സുദിനമാണ്. ഞാൻ ഓർക്കുക, ജോമോൻ ഒരു ഇടവക്കാരൻ എന്ന നിലയിലല്ല, മറിച്ച് എൻ്റെ കൂടെ എല്ലാ കാര്യത്തിലും വളരെ സജീവമായി ഞാൻ ഉണ്ടായിരുന്ന കാലത്ത് എല്ലാ കാര്യങ്ങളിലും എൻ്റെ ഒപ്പമുണ്ടായിരുന്നു. നിങ്ങൾക്ക് പലർക്കും അതറിയാം, മാതാപിതാക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഒക്കെ അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇവിടെ ഞാൻ ഒരു വിവാഹത്തിലും മനസ്സമ്മതത്തിലും പങ്കെടുത്തത് എൻ്റെ ജ്യേഷ്ഠൻ്റെ മാത്രമേ ഉള്ളൂ എൻ്റെ ഓർമ്മയിൽ. അതിനുശേഷം ജോമോൻ്റെയാണ്. അതെനിക്ക് എൻ്റെതായ കാരണങ്ങളൊക്കെ ഉണ്ടെന്നാണ്. വളരെ പ്രത്യേകിച്ച് ഇന്ന് ജോമോൻ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ജോമോനെ കുറിച്ച് ഞാൻ എന്ത് പറയുമെന്ന് പലരും ആകാംക്ഷയോടെ ചിലപ്പം കാത്തിരിപ്പുണ്ടാവാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെയുള്ള കാര്യങ്ങൾ എനിക്ക് ജോമോനെ കുറിച്ച് പറയാനായിട്ടുള്ളൂ. വളരെ സ്നേഹമുള്ള ഒരു പയ്യനാണ്, വളരെ സ്നേഹമുള്ള, അതെന്നോടൊന്നല്ല എല്ലാ വൈദികരോടും അതോടൊപ്പം തന്നെ എല്ലാവരോടും, ജോമോന സുഹൃത്തുക്കളോട് മാത്രമല്ല വളരെ ബഹുമാനത്തോടുകൂടെ മുതിർന്നവരോടൊക്കെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ജോമോൻ, വളരെ സ്നേഹമുള്ള ജോമോന്. രണ്ടാമതായിട്ടുള്ളൊരു കാര്യം, നിങ്ങൾക്കറിയാവുന്ന പോലെ എല്ലാവർക്കും വലിയ സഹായമാണ് ജോമോൻ. ചിലപ്പോഴൊക്കെ ടോമിച്ചേട്ടൻ വഴക്ക് പറയുന്നുണ്ട്, സഹായത്തിൻ്റെ പരിധികൾ കൂടി പോകുമ്പോൾ നീ നിന്റെ കാര്യം നോക്കാനൊക്കെ ആയിട്ട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുക, എല്ലാ കാര്യത്തിലും, പള്ളിയിലെ കാര്യത്തിലും മാത്രമല്ല, മറ്റുള്ള മുതിർന്നവരാകട്ടെ ചെറിയവരാകട്ടെ സമപ്രായക്കാരുടെ ആകട്ടെ എല്ലാ കാര്യങ്ങളും എപ്പോഴും സഹായമായിട്ട് ജോമോനുണ്ട്. അനിറ്റയും അങ്ങനെ തന്നെ ആയിരിക്കും. അനിറ്റയെ വിവാഹത്തിന് മുമ്പ് തന്നെ എനിക്ക് പരിചയമുണ്ട്. എങ്കിൽ തന്നെ ഒരു പക്ഷേ ഞാൻ അവിടെ ഇടവേള വന്നിട്ടേക്കും വളരെ ചെറുതായിരിക്കും, ഒരു പക്ഷേ ചെറുതായിരുന്നു. അപ്പോൾ ജോമോൻ്റെ ഇടവേള അച്ഛനായിട്ടാണ് ചെല്ലുക, മറ്റേത് ബ്രദറായിട്ട്. ഇപ്രകാരം ഉള്ള ജോമോൻ്റെ ഈ സ്നേഹവും വാത്സല്യവും സഹായവും പലരും നമ്മൾ ഓരോരുത്തരും സ്വീകരിച്ചിട്ടുള്ളവരാണ്. ഇതിനൊക്കെ കാരണമായിട്ട് ഞാൻ കരുതുക നല്ല മാതാപിതാക്കൾ തന്നെയാണ്. നല്ല മാതാപിതാക്കൾ തന്നെയാണ് ഇവരുടെ ഇപ്രകാരമുള്ള ഒരു സ്വഭാവത്തിന് കാരണമായിട്ട് നിൽക്കുക. ജോമോൻ്റെ പിതാവ് ടോമി ചേട്ടനും ചേച്ചിയും ഒക്കെ ഇവിടെയുണ്ട്, ബെൻസി ചേച്ചി. വളരെ സ്നേഹപൂർവ്വം എല്ലാവരും പെരുമാറുന്ന ആളുകൾ, പള്ളിയോട് ചേർന്ന് പ്രവർത്തിക്കുന്നത്. നമ്മുടെ പറഞ്ഞ പള്ളിമേടെയൊക്കെ പണിയുമ്പോൾ അതിന് കൺവീനറായിരുന്നു ടോമി ചേട്ടൻ. അന്ന് എന്നോട് പറയുന്ന ഒരു വാചകമുണ്ട്, ഞാൻ അച്ഛനെ എല്ലാ കാര്യത്തിലും സഹായിക്കാൻ, എനിക്ക് കൈക്കാരനാകാനോ പാരിഷോസ് അംഗമാകാനോ കൺവീനറാകാനോ എനിക്ക് ആഗ്രഹമില്ല. എനിക്ക് സ്ഥാനമാനങ്ങളൊന്നും വേണ്ട, മറിച്ച് അച്ഛനെ എന്ത് സഹായവും ഞാൻ ചെയ്തു തരാം. വളരെ നിർബന്ധിച്ചിട്ടാണ് ഇതുപോലെ ഒരു പോസ്റ്റിലേക്ക് കൊണ്ടുവരിക. അതിനുവേണ്ടി ഒത്തിരിയേറെ കഷ്ടപ്പെട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തതാണ്. ക്രെഡിറ്റ് ഞാൻ കൊണ്ടുപോയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നല്ല രണ്ട് മാതാപിതാക്കളെ ബെൻസി ചേച്ചിയും അതുപോലെ തന്നെയാണ്. ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് മാതൃസംഘത്തിലും കാരീസിലും മറ്റു കാര്യങ്ങളൊക്കെ സജീവമായ പ്രകാരമുള്ള രണ്ട് നല്ല മാതാപിതാക്കളുടെ മക്കളും മോശക്കാരായിട്ട് തരികയില്ല. അനീറ്റയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. ഈ അനീറ്റയുടെ പിതാവും സഹോദരനുമൊക്കെ മരുത്തോട് മട്ടത്തിലെ കൺവെൻഷനും മറ്റ് ഞങ്ങളൊപ്പം തന്നെ വൈസ് ചെയർമാൻ അങ്ങനെയുള്ള പാരിഷ് കൗൺസിലൊക്കെ അവരുണ്ടായിരുന്നു. അതുപോലെ പള്ളിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കുടുംബമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മ അന്ന് എനിക്ക് തോന്നുന്നു നേഴ്സാന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ. അപ്പോൾ ഒരു ഗവൺമെൻറ് നേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അറിയാം, ഒരു ഡോക്ടറുടെ ഫലം ചെയ്യും. ഒത്തിരിയേറെ എക്സ്പീരിയൻസ് ഉണ്ട്. അതനുസരിച്ച് വളരെ പക്വതയോടുകൂടി ആളുകളോടൊക്കെ പെരുമാറുന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അനീറ്റയുടെ പിതാവ് വൈസ് ചെയർമാനൊക്കെ ആയിട്ട് വരണമെങ്കിൽ ഇടവേളയൊക്കെ മാതൃകാപരമായിട്ട് ജീവിതം നയിക്കുന്ന ഒരാൾ സഹോദരനൊക്കെ ഇവിടെയുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ്. ഇപ്രകാരം നല്ല മാതാപിതാക്കൾക്ക് നല്ല മക്കളുണ്ടാവുമല്ലോ. നമ്മുടെ മുന്നിൽ ഇവർ രണ്ടുപേരും വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി ജോമോനും അനീറ്റയും ഇരിക്കുമ്പോൾ വളരെ സന്തോഷവും അഭിമാനവും എനിക്കുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുകയും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വെറും രണ്ടുപേരുടെ വിവാഹമല്ല, മറിച്ച് സ്വന്തം സഹോദരൻ
വിവാഹ ആഘോഷമായിട്ടാണ് ഞാനിത് കാണുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹമെന്നും നിലനിൽക്കട്ടെ. ഒരുമിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ. താളം തെറ്റുമ്പോൾ തെറ്റിയാൽ അമരതീശമെന്നുള്ള തിരിച്ചറിവുണ്ടാകട്ടെ. പരസ്പരം വിവാഹ ജീവിതത്തിൽ രക്ഷകരായി തീരട്ടെ. നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ ഇവിടെ കൂടെ ഇരിക്കുന്ന എല്ലാവരുടെയും പേരിൽ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ വധുവരന്മാർ സന്തോഷത്തോടെ പ്രതീക്ഷയോടെ ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവിടെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന തീരുകൾ നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവിടെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുകർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ അങ്ങേക്കും. പ്രിയ സഹോദരരെ, ഈ വധൂവരന്മാർ വിവാഹം എന്ന കൂദാശയിൽ ബന്ധിതരാകാൻ പോകുന്നു. ഈ കൂദാശ യോഗ്യതയുടെ പരികർമ്മം ചെയ്യുന്നതിന് പുരോഹിതൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. ആദ്യം പുരുഷന് ജീവസഖ്യം നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാൻ ആഗ്രഹിക്കുന്നവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ അങ്ങേക്കും. ജോസഫ് മിശിഹായുടെ നിയമവും തിരുസഭ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമൂഹത്തോടും കൂടെ അനിത്യന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. അനിറ്റ മിശിഹായുടെ നിയമവും തിരുസഭ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമൂഹത്തോടും കൂടെ ജോസഫിനെ തന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണ്. നിങ്ങൾ തങ്ങളുടെ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലത്തകരം ചേർത്തിരിക്കും. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിലാക്കിയതോടും കൂടെ കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിപ്പിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കുരിശുമരണ തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിനും സ്നേഹത്തിനും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലിയെ ദയാപൂർവം ആശീർവദിക്കണമേ. ഐക്യത്തിന് പ്രത്യേകമായ താലി അഭേദ്യമായ സ്നേഹത്തിനും പൂർണ്ണമായ വിശ്വസത്തിലും ഇവരെ ബന്ധിപ്പിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടായ ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധനായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതരായിരിക്കുന്ന കുരിശുവർക്ക് ശക്തി നൽകട്ടെ. ഇതിവിടെ വിശ്വസ്തരുടെ ആളമായി തീരുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശുദ്ധരുടെ അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങളെ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കൃപാവരത്തിലെ സർവ്വസത്താൽ മനുഷ്യാത്മാക്കളെ അലങ്കരിക്കുന്ന കാരണവാനായ കർത്താവേ, ഈ മന്ത്രകോടിയെയും ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണം പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന് വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്ഠങ്ങളായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന് വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. മഞ്ജുളവാണികളാ
സൗഖ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടെ കൂടെ ഏകമനസ്സോടെ ജീവിച്ചുകൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. വാഗ്ദാനം അനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരികമായ സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടെ നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരസ്സുടെ ശിരസായ എപ്പോഴും നിങ്ങൾക്ക് ഭരണകർത്താവും സംരക്ഷണമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടെ നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികമായ ആരോഗ്യവും ഭൗതികമായ സ്വസ്ഥതയും അവിടെ നിങ്ങൾക്ക് ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടെ നിങ്ങളെ സഹായിക്കട്ടെ. അവിടത്തേക്ക് സ്തുതിയും പ്രാർത്ഥനയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടരോഗിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഇതുകൊണ്ടെന്ന രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ദൈവം പരിശുദ്ധനാകുന്നു. ഏകോദരൻ പരിശുദ്ധനാകുന്നു. ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിത ദൈവത്തെ നിങ്ങൾ പ്രിയർപ്പിക്കുവിൻ. കർത്താവിനെ യേശുവിൽ നിന്ന് ഭക്ഷിക്കണമേ. സ്നേഹിതരും നിത്യത്തിലും അവിടുന്ന് സംരക്ഷിക്കട്ടെ. സഭയുടെ നമുക്ക് വാഴ്ത്താം. കർത്താവ് യേശു മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരും സമ്പൂർണ്ണമാവട്ടെ. Amen.
അനന്തമായ സ്നേഹത്താൽ പുരുഷൻ സ്ത്രീയുമായി മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളിയാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹമെന്ന കൂദാശയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടെ നിങ്ങളെ കാത്തു പരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിനർപ്പിക്കുവാൻ ഈ കൂദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യമേറ്റ് സഹായിക്കുവാനായി നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറെ അവിടത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും അർപ്പിക്കുവാൻ നിങ്ങൾ യോഗ്യരാവുകയും ചെയ്യട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ വിശുദ്ധ കർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കരുണമേ സ്വസ്തി. നിന്നെ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പ്രവൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിന് കാരണമാവട്ടെ. ഇനിയും ബലിയർപ്പിക്കുവാൻ ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്ക് in a wave of emotion, it's taking over me. All of me hopeless, and a ray of devotion. You got me on a trip, falling to abyss. Thought I had it under control. Your love has taken a hold. You're gone and I still have hope. Still I look for you. Every time
കിനാവിന്റെ കഥക് തുറക്കുന്ന മതിഭ്രമദായിനി പരിമളഗാത്രേ മധുരക്കിനാവിന്റെ കഥക് തുറക്കുന്ന മതിഭ്രമദായിനി പരിമളഗാത്രേ കലപലതറിയാം പെണ്ണെ ദഫിൽ മുട്ടുന്നു പിന്നെ കോലിൽ കൊട്ടുന്നു നിന്റെ നെഞ്ചിൽ തട്ടുന്നു ഇരുമേതകത്തെ താളം തമ്മിൽ കൊള്ളാനായി പെണ്ണെ ആണ്മേ കൊണ്ടോനാ മണ്ണും ഇന്നും കൊണ്ടോനാ സ്വർഗത്തിങ്കലെത്തിപ്പെട്ട എത്തീമിനാളെ संग तेरा उड़ा पतंग मेरा हवा में होके मलंग जग की कोई रीत न जाने मैं तो बस तेरी हुई दीवानी मिला जो संग तेरा उड़ा पतंग मेरा हवा में होके मलंग मैं छुड़ाई घर बार मेरा ओ मखना वे मखना तू ही है संसार मेरा ओ मखना वे मखना ये पागल सा है प्यार मेरा ओ मखना वे मखना मैं छुड़ाई घर बार मेरा ओ मखना छुड़ाई घर बार मेरा ओ मखना वे मखना तू ही है संसार मेरा ओ मखना वे मखना ये पागल सा है प्यार मेरा ओ मखना वे मखना मैं छुड़ाई घर बार मेरा ओ मखना न जाओ जी मन दीद कराओ जी अरे क्यों तरसावे हो मन शकल दिखाओ जी थारी शरारत सब जानू मैं चौधरी अरसले उन्हें बंगा दी मैं कह लगे मर बिगड़ में जागी धोकनी रे चंदा में थारी चांदनी मन दामन में बाती खुशी रे झुम 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 ओ मारे इगड़े में जागी धोकनी रे चंदा में थारी चांदनी मन दामन में बाती खुशी रे झुम 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 झुम
ਦੱਤ ਦੂੰ ਹੋ ਗਈ ਮੁੰਡੇ ਦੀ ਪਤੰਗਾਂ ਵਰਗੀ ਤੂੰ ਐਵੇਂ ਉੱਡਦੀ ਹੋ ਗਈ ਮੁੰਡੇ ਦੀ ਹਿੱਲਾਂ ਤੇ ਚੱਲਦੀ ਟੁਕ ਟੁਕ ਤੂੰ ਕਰਦੀ ਮੇਕਅਪ ਤੂੰ ਕਰਦੀ ਆ ਅੰਗਰੇਜ਼ੀ ਪੜ੍ਹਦੀ ਗਿਟ ਪਿਟ ਤੂੰ ਕਰਦੀ ਜਿਵੇਂ ਕੋਈ ਸਾਡੀ ਵਿਕਟੋਰੀਆ ਤੂੰ ਕਹਿੰਦੀ ਬਿਗ ਬੈਨ ਦੀ ਪੂਰਾ ਲੰਡਨ ਚਮਕਦਾ ਉਹ ਜਦੋਂ ਨੱਚੇ ਪੈਣ ਦੀ ਪੂਰਾ ਲੰਡਨ ਚਮਕਦਾ ਤੂੰ ਕਹਿੰਦੀ ਬਿਗ ਬੈਨ ਦੀ ਪੂਰਾ ਲੰਡਨ ਚਮਕਦਾ ਉਹ ਜਦੋਂ ਨੱਚੇ ਪੈਣ ਦੀ ਪੂਰਾ ਲੰਡਨ ਚਮਕਦਾ കടമിഴിയിൽ കമലതലം കവിളിണയിൽ സിന്ദൂരം നടന്നാൽ പുലരി മഴ പൂഞ്ചൊടിയിൽ പുന്നാരം കന്നിപ്പൂമാനത്തെ വെള്ളിക്കിണ്ണം കരളിൽ ഞാൻ നിനക്കായി ഒളിച്ചു വച്ചു മൂക്കുത്തി കമ്മലിടും പൂത്താരങ്ങൾ സഖിമാരായി എന്നോട് തളയ്ക്കു നിന്നു കടമിഴിയിൽ കമലതലം കടമിഴിയിൽ കമലതലം കവിളിണയിൽ സിന്ദൂരം നടന്നാൽ പുലരി മഴ പൂഞ്ചൊടിയിൽ പുന്നാരം ചിമിക്കി 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 പൊണ്ണ് മിനുക്കി 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 കണ്ണ് വെറുതെ അലയാട്ടോ വാക്കിംഗ് വരും ചോക്ലേറ്റ് സെലയാട്ടോ ഡസ്കി 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 റോസ് ഹസ്കി 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 വോയിസ് ദൂരൽ അഴകാട്ടോ ഊരുക്കുള്ള ഏഞ്ചൽ നടമാട്ടോ എന്നെ കട്ടി ഇഴുത്തവ നീതാനേ നാനും ഇപ്പൊ ഉനക്ക് ഒരു ഫാനാനേ என்ன வந்து ஒரசுற சாக்குல உயிரில தாக்குற கலவர தோல்வினே सारी मेरे इश्क की है दीवानी अब दिल करता है हौले हौले से मैं तो खुद को गले लगाऊं किसी और की मुझको जरूरत क्या मैं तो खुद से प्यार जताऊं What's my name? What's my name? What's my name? My name is Sheila. Sheila की जवानी I'm too sexy for you मैं तेरे हाथ ना आनी No 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 Sheila. Sheila की जवानी I'm too sexy for you मैं तेरे हाथ ना ഉദിച്ച ചന്ദ്രന്റെ ചന്തമായി ഞാൻ അറിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ നിനക്കു വെണ്ണിലാവ് പാൽക്കുടങ്ങൾ കൊണ്ടുവന്നു തന്നില്ലേ തന്നില്ലേ ഉദിച്ച ചന്ദ്രന്റെ ചന്തമായി ഞാൻ അറിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ നിനക്കു വെണ്ണിലാവ് പാൽക്കുടങ്ങൾ കൊണ്ടുവന്നു തന്നില്ലേ തന്നില്ലേ താരകങ്ങൾ കണ്ണുവച്ച പാരിജാതമല്ലേ താഴെ എന്റെ കൂടെ നഞ്ഞ പഞ്ചവർണ്ണമല്ലേ തങ്കമെന്റെ കൺകവർണ്ണ പുണ്യം നീ എനിക്ക് മുത്താരം മുത്തല്ലേ Warm welcome to one and all present here. Let me begin by appreciating the enchanting performance we just witnessed. Thank you for captivating the audience with a splendid performance. Today, we are gathered here to celebrate a beautiful union between two incredible souls. It is an honor to invite the bride and groom to take the stage where they will embark on the first steps of their journey together as a married couple. Let us all welcome them with a warm applause to take the stage. Mr. Joseph Thomas of Paladin's House, son of Mr. Thomas P.J. and Mrs. Annie Bensi, has done his B.Tech degree at Al-Azhar Polytechnic College, Alapura in Electrical and Electronics
currently a 4th class power engineer and pursuing studies at Georgian College in Canada to attain his 3rd class power engineer certification. Our bride, Mrs. Anita Sebastian, daughter of AJ Sebastian and Mrs. Lizzie KJ, is currently pursuing a house surgery in BDS at Malabar Dental College, Edapar. I gotta say, you look very beautiful together. Now, I kindly request the members of the groom's family to step forward and grace us with their presence on the stage. Joseph's father, Mr. Thomas PJ, is an established businessman. Joseph's mother, Mrs. Annie Bensi, is a teacher at St. Joseph's UPS, Uruva, Kunamburam. Joseph's sister, Ms. Elizabeth Thomas, is doing her clerkship in pharmacy at Lourdes Hospital, Ernakulam, and is a student at St. Joseph's Pharmacy College. Next, I kindly request the beloved members of the bride's family to step forward and take the stage. Anita's father, Mr. AJ Sebastian, has retired as a junior superintendent from the Panchayat department. Anita's mother, Mrs. Lizzie, has retired as a senior nursing officer from the health department. Anita has an elder brother, Mr. Ajit Sebastian, who is working as an HSC engineer at West Limited, Abu Dhabi. Mr. Ajit is married to Mrs. Sandra Michael. She is currently working as an assistant professor at Mount Gregorius College, Punjab. They have a beautiful daughter, Sarah Mariam. It's time for the wedding cake. For that, I invite our groom's godfather and godmother to the stage. May I request the bride and groom to move forward to cut the wedding cake, the epitome of love and sharing. May I request Joseph to share the cake with Anita's family, and I request Anita to share the cake with Joseph's family. Joseph and Anita, while you share and drink from the glass of wine, we wish you the best of health and good luck for many years to come. May God bless you to share all the sweet and bitter experiences of life together.
taking your time to join us to celebrate this joyous union and hope you enjoy the rest of the event. Thank you and have a nice day. Don't lose hold of me now. I'm barely जैसे तुम हो ऐसा कोई ना मिला, कोई है धागा जो है हमको जोड़ता। तुम्हें कैसे मैं बताऊं, किन लफ्जों में समझाऊं, तुम हो तो मैं हो जी रहा। तुम जो मिले तो मिल गई है हर खुशी। ओ, तुम जो मिले तो मिल गई है जिंदगी। तुम जो मिले तुझे baby, you were looking so amazing, big eyes, cute smile, तुम सा कोई कभी देखा ना था मैंने। तुम ही तुम ख्यालों में थे मेरे सब सवालों में। कभी सोचा न था एक दिन होगे तुम मेरी ही इन बाहों में। जितना देखूं तुझे उतना ही कम लगे, जितना तेरे संग जियो दिल मेरा ना भरे। हंसते तो थम जाए मेरा जहां, तेरी आंखों में आज डूब जाने दे मुझे डूब जाने दे तेरी आंखों में जरा। तुम जो मिले तो मिल गई है हर खुशी। तुम जो मिले तो मिल गई है जिंदगी। चल आज पूरी रात मेरे साथ कहनी है मुझे तुझे दिल की बात। बीच साइड मूनलाइट बस you and me और कोई नहीं baby। कस के हाथ थाम ले तेरी आंखों में खो जाने दे। इस चांदनी रात में तेरे आंचल में सो जाने दे। तेरा एहसास ये जो मेरे पास हो, और कुछ ना मांगू मैं बस तेरा साथ हो। अंधेरों में तू रोशनी मेरी, तेरी सांसों में आज डूब जाने दे मुझे डूब जाने दे तेरी सांसों में जरा। तुम जो मिले तो मिल गई है हर खुशी। तुम जो मिले तो मिल गई है जिंदगी।
പതിവായുള്ളിൽ 100 വർണ്ണം മനസ്സിൻ താളിൽ കാത്തുവെക്കുന്നേ നിലവെഴുതാൻ ഒരു കാണാനൂലിൽ കോർത്തെടുക്കും കഥകൾ മെല്ലെ പീലി നിർത്തുന്നേ കുളിരൂറുമീ നിമിഷങ്ങളിൽ പ്രിയമുള്ളൊരാളരികിൽ വന്നു തുടരുന്നൊരേ വഴിയാത്രയിൽ പ്രണയാർദ്രമാം തണലു തന്നു ഇളം കാറ്റൊഴിഞ്ഞു പോകുമ്പോൾ ഇമ ചിന്നി നിന്നു ചിരിയോടെ മേലെ വിൺപടവുകൾ മേലെ ചെന്നേ trying to put energy to work. Still I wait, watching the world turn. All this time, all this time, all these voices in my head. Lately I've been fighting for control, but all this time, all that's mine, all these voices in my head go. Now it feels like the sky is gonna open up in your eyes. A lifeline. No, I'm not the only one who feels like burning equilibrium. നിറങ്ങളെ ഗരഗരഗും ഒരുങ്ങിയോ ഗരഗരഗരഗും ഉലരിപ്പോ ഗരഗരഗും നിറങ്ങളെ ഗരഗരഗും ഒരുങ്ങിയോ ഗരഗരഗരഗും ഉലരിപ്പോ ഗരഗരഗും ഒരേ കണ്ണാലിനി തേടും പാതയിൽ നിഴൽ പോലെ കടലേകും പാതിയായി
പകലിലെറിയും വെയിൽ മറയവേ നിറങ്ങളെ ഒരുങ്ങിയോ പുലരി പോലെ ഒരു കണ്ണാലിനി തേടും പാതയിൽ നിഴൽ പോലെ തണലേലും പാതിയായി ഒരു കണ്ണാലിനി തേടും പാതയിൽ നിഴൽ പോലെ തണലേലും പാതിയായി ഒരു കണ്ണാലിനി തേടും പാതയിൽ നിഴൽ പോലെ തണലേകും പാതിയായി ഒരു കണ്ണാലിനി തേടും പാതയിൽ നിഴൽ പോലെ തണലേകും പാതിയായി ഒരുങ്ങിയോ പുലരി പോലെ Storms and summer skies. There was a time when you were young and free. So let's go back to the beaches where I always make you laugh. To the summertime of 2005, when we were still alive, when we were still alive. story of your life through
winter storms and summer skies. There was a time when you were young and free. So let's go back to the beaches where I always make you laugh, to the summertime of 2005, when we were still alive, when we were still alive. मैया मैनू याद आवे सुन चर के ओ मैया मैनू याद आवे सुन चर के बिन तेरे क्या यारा मेरा साहिबा तू मैं मिर्जा तेरा अक्सर तेरा जिक्र छिड़े तो मर जाना ये मिर्जा तेरा बेहतर हाय तुझसे ही सब होता जाए जिंदगानी में होना तेरा लख लख शुक्र मैं कह रहा ओ मैया मैनू याद आवे सुन चर के ओ मैया मैनू याद आवे सुन चर के इस दर पे तुझसे ही नजारे तुझसे ही हर ओर बहारे तेरा होना है कुछ ऐसा जैसे घर को रब की दुआरे इश्क में क्या है कहना कहाना तेरे सदके हर पल जावा जिंदगानी में होना तेरा लख लख शुक्र मैं कह रहा ओ मैया मैनू याद आवे सुन चर के
You were the one that I found. Sola vanda solitepo. Why didn't you tell me enough? Sola vanda solitepo. I ponder in closure. Remember the world that is out there for me to find. Let me go passing by. Let me go, come back in time. Let me be who I am. All through this time. Let me go passing by. Let me go, come back in time. Walk in the dark, barefoot in the night. Walking down the way that I found. இந்த உலகம் நான் சுத்த வேண்டும். Faces with smiles all around. இந்த வானம் நான் பார்க்க வேண்டும். I'll run free into the sea. World and me don't even know what I will find. Let me go passing by. Let me go, come back in time. Let me be who I am. All through this time. Let me go passing by. Let me go, come back in time. But in the night.
राहते तुझसे है, तू साथी है, जैसे जादूगरी सी बात भी है, लगी रंगों भरी बरसात भी है, हाँ सच है ये देखो ना। മണവാളിനെതിരെ വിളക്കുമായി പുറപ്പെട്ട 10 കന്യകമാർക്ക് സദൃശ്യമാകുന്ന സ്വർഗരാജ്യം. അവരിൽ 5 പേർ വിവേകശൂന്യരും 5 പേർ വിവേകമതികളുമായിരുന്നു. വിവേകശൂന്യർ വിളക്കുകൾ കൊണ്ടുപോയി, എന്നാൽ എണ്ണ എടുത്തിരുന്നില്ല. വിവേകമതികൾ വിളക്കുകളോടൊപ്പം പാത്രങ്ങളിൽ എണ്ണയും എടുത്തിരുന്നു. മണവാളൻ വരാൻ വൈകി, ഉറക്കം വരികയാൽ എല്ലാവരും ഉറങ്ങിപ്പോയി. പാതിരാവിൽ ഒരു ആർപ്പുവിളി കേട്ടു, ഇതാ മണവാളൻ വരുന്നു, പുറത്തു വന്ന് അദ്ദേഹത്തെ എതിരേൽക്കുവിൻ. കന്യകമാരെല്ലാം ഉണർത്തെഴുന്നേറ്റു, വിളക്കുകൾ ഒരുക്കി. എണ്ണ കരുതി ഒരുങ്ങി നിന്നവർ അദ്ദേഹത്തോടൊപ്പം വിളക്ക് തെളിച്ച് മംഗളാഘോഷങ്ങൾക്കായി അകത്ത് പ്രവേശിച്ചു.
പറയവേ കണ്ടൂരങ്ങൾ തികയാതെ നാം വിൺതീരങ്ങൾ അണയുന്നിതാ നിന്നാത്മാവിൻ മിഴിനീലതി തിരയുന്നോരാ തിരയാഴിയായി നിൻ കൂടെ ഞാനില്ലയോ നിൻ കൂടെ ഞാനില്ലയോ சிடு சிடு என்றாலும் தினமெனை கொன்றாலும் என் காதல் மாறாதடி விடு விடு என்றாலும் விலகிட சொன்னாலும் என் காதல் தீராதடி வாழும் நாளெல்லாம் நீ காணும் தூரத்தில் வாழ்வேனே நான் வாழ்வேனே காற்றில் பூ பூக்கும் உன் வாசம் நான் வாங்கி சேர்ப்பேனே நான் சேர்ப்பேனே வீட்டில் உன் பின்னே வாலாட்டும் ஓர் மௌனம் ஆவேனே நானாவேனே நீயே நீ என்று ஓர் வாழ்க்கை நான் வாழ்ந்து போவேனே நான் போவேனே வான்வெளியில் பறப்பேன் நீ திரும்பினார் பூநிலவை பறிப்பேன் நீ நெருங்கினார் பேருலகை அடிப்பேன் நீ கலங்கினார் காலடியில் கிடப்பேன் நீ விரும்பினார் வெறுப்புடன் பார்ப்பாயே அதை ரசிப்பேனே உனக்கெதுமாகாமல் உடன் இருப்பேனே அருகினில் வாழ்ந்தாலும் தனிமையில் நானே அது ஒரு குறையில்லை மகிழ்ந்திருப்பேனே நீயே கதவடைப்பது மனமுடைப்பது நீயே அழகிய சுமையே நீயே கடவுளை விட மிக பிடித்தவளே அடியே என் காதலே உயிரே உயிரே ஒரு நாள் உணர்வாய் எனையே உறவே உறவே நெடுநாள் கனவே அமைதியில் நீ வாழவே பூவே இரைச்சலை நான் தாங்குவேன் எனக்கென நீ போதுமே மானே அரசனை போல் வாழுவேன்